ഹായ്, രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് D55. ധനുഷിന്റെ 55ാമത്തെ സിനിമ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന സിനിമ അമരൻ വലിയൊരു വിജയമായിരുന്നു. ശിവകാർത്തികേയന്റെ ഏറ്റവും വലിയ പണംവാരി പടമാണ്. 300 കോടിക്ക് മുകളിലാണ് അമരന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. അതിനുശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന D55 മമ്മൂക്ക വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നു. മാത്രമല്ല, ഈ സിനിമയുടെ സംവിധായകൻ മമ്മൂക്കയുടെ കടുത്ത ആരാധകനാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പുള്ളി മുൻപ് അത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ മമ്മൂക്കയ്ക്ക് മികച്ച വേഷമായിരിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം അതിന്റെ സംവിധായകൻ മമ്മൂക്കയുടെ കടുത്ത ആരാധകൻ. അപ്പോൾ മോശപ്പെട്ടൊരു വേഷത്തിലേക്ക് മമ്മൂക്കയെ കൊണ്ടുവരില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ 18-ാം തീയതി D55ന്റെ ടൈറ്റിൽ ടീസർ നമ്മളെല്ലാവരും കണ്ടു. ഓം എന്നാണ് സിനിമയുടെ പേര്. തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു ടൈറ്റിൽ ടീസർ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ എനിക്കും വലിയ സങ്കടമാണ് ഉണ്ടായത്. നമ്മുടെ പ്രിയതാരത്തെ ആ പോസ്റ്ററിൽ ഒന്ന് മെൻഷൻ ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളത് വലിയ വിഷമമാണ് ഉണ്ടാക്കിയത്. ധനുഷിന്റെ ഓം, അങ്ങനെയാണ് അതിന്റെ ടൈറ്റിൽ ടീസർ വന്നത്. എന്തുകൊണ്ട് മമ്മൂക്കയെ അതിൽ ഉൾപ്പെടുത്തിയില്ല? അതായത് മമ്മൂക്കയുടെ പേര് എന്തുകൊണ്ട് അതിൽ ചേർത്തില്ല? മമ്മൂക്ക വലിയ നടനാണ്. ധനുഷിനേക്കാളും ഒരുപാട് ഉയരത്തിലാണ് മമ്മൂക്കയുടെ സ്ഥാനം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഭിനേതാക്കളിൽ ഒരാളാണ് മമ്മൂട്ടി, ഏറ്റവും സീനിയർ ആയിട്ടുള്ള താരം. അപ്പോൾ ഇതുപോലുള്ളൊരു താരം ആ സിനിമയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അവിടെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് വളരെ മോശമായിട്ടാണ് നമ്മൾക്ക് തോന്നിയിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ചെയ്യാൻ പാടില്ല. മമ്മൂക്കയോടും മമ്മൂക്ക ആരാധകരോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോ മോഹൻലാൽ മറ്റു ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ജില്ല, വിജയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ്. ആ സിനിമയുടെ ടൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോഹൻലാലിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യം ആ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഉണ്ട്. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന് എഴുതി കാണിച്ചതിന് ശേഷമാണ് വിജയുടെ പേര് ആ സിനിമയിൽ എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ ജനതാ ഗാരേജ് വലിയ വിജയമായ സിനിമയാണ് തെലുങ്കിൽ. അവിടെ ജൂനിയർ NTRന്റെ പേര് എഴുതി കാണിക്കുന്നതിന് മുൻപ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന് എഴുതി കാണിച്ചിരുന്നു. അതിനുശേഷമാണ് NTRന്റെ പേര് എഴുതി കാണിക്കുന്നത്. കമലഹാസനും മോഹൻലാലും അഭിനയിച്ച ഉന്നേ പോലൊരുവൻ, ഈ സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമലഹാസൻ, മോഹൻലാൽ, ഉന്നേ പോലൊരുവൻ, അങ്ങനെയാണ് അതിന്റെ പോസ്റ്റർ. അതായത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച നടന്മാർ എല്ലാവരും വലിയ താരങ്ങളാണ്. കമൽഹാസൻ, ജൂനിയർ NTR, വിജയ്. ഇവരെക്കാളും ഒരുപാട് താഴെ നിൽക്കുന്ന ധനുഷ് അഭിനയിക്കുന്ന ഓമിൽ മമ്മൂട്ടിയും അഭിനയിക്കുന്നു. അപ്പോൾ ധനുഷിനൊപ്പം തന്നെ മമ്മൂട്ടിയുടെ പേരും കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അത് ചെയ്തില്ല? തീർച്ചയായും വളരെ മോശമായിട്ടാണ് നമ്മൾക്ക് തോന്നിയിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. മമ്മൂട്ടി മലയാളത്തിലെ നായകനാണ്. അദ്ദേഹം ആപ്പ ഊപ്പ റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇവിടുത്തെ വലിയ താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു സീനിയർ താരത്തെ അവിടെ വിളിച്ചു വരുത്തി ഇത്തരം പരിപാടികൾ ചെയ്യുന്നതിനോട് നമ്മൾക്ക് ഒരു യോജിപ്പുമില്ല. തീർച്ചയായും സിനിമ ഗംഭീരമായിരിക്കും, മമ്മൂട്ടിയുടെ കഥാപാത്രവും ഗംഭീരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. പക്ഷെ ടൈറ്റിലിൽ മമ്മൂട്ടിയുടെ പേര് കൊടുക്കാത്തത് വളരെ മോശമായി പോയി. അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ എനിക്ക് മമ്മൂക്കിയും മോഹൻലാലും മറ്റു ഭാഷകളിൽ ഇത്തരം വേഷങ്ങൾ ചെയ്യുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് എടുത്തു പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.